കേന്ദ്രത്തിനെതിരെ ദക്ഷിണേന്ത്യ ഒരുമിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. മണ്ഡല പുനർനിർണയത്തെ എതിർക്കണമെന്നും സ്റ്റാലിൻ ആഹ്വാനം ചെയ്തു. ത്രിഭാഷാ പദ്ധതി അനുവദിക്കരുതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി പറയുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരുമിക്കണം എന്ന ആഹ്വാനവുമായാണല്ലോ ആദ്യമൊരു ഉച്ചകോടി പോലൊന്നും അവിടെ നടത്തിയതും അതപ്പാടെ പൊളിഞ്ഞതും. പല മുഖ്യമന്ത്രിമാരും പങ്കെടുത്തതുപോലുമില്ല. ഇതിപ്പോൾ വീണ്ടും അതേ വിഘടനവാദവുമായി സ്റ്റാലിൻ വരുന്നുവോ? കൃഷ്ണരാജ്, ത്രിഭാഷാ നയം ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ ആലോചനയിലുള്ള മണ്ഡല പുനർനിർണയം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതായത് കന്നഡയും തെലുങ്കും തമിഴുമെല്ലാം സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന വിഘടനവാദ ആഹ്വാനമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള വിഘടനവാദ ആഹ്വാനം, പ്രാദേശികവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിന് വലിയ ശ്രമം എം.കെ. സ്റ്റാലിൻ നടത്തിവരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ത്രിഭാഷാ നയത്തെയും ഒപ്പം മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനം ഇത്തരത്തിൽ സ്റ്റാലിൻ നടത്തിയിട്ടുള്ളത്. കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ നേരത്തെ സ്റ്റാലിൻ ഇത്തരത്തിലൊരു വലിയ യോഗം ഈ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ NDAക്ക് അപ്പുറത്തേക്ക് മറ്റു പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയും മറ്റു നേതാക്കളെയും എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് വലിയൊരു സമ്മേളനം എം.കെ. സ്റ്റാലിൻ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയെങ്കിൽ പോലും വളരെ ചുരുക്കം കേരളത്തിൽ നിന്നുൾപ്പെടെ പിണറായി വിജയൻ ഉൾപ്പെടെ ചില മുഖ്യമന്ത്രിമാർ മാത്രം പങ്കെടുക്കുകയും അതിന് ദേശീയ തലത്തിൽ ഒരു സ്വീകാര്യത ലഭിക്കാതെ അത് പാളിപ്പോകുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എങ്കിൽ പോലും വീണ്ടും ഇത്തരത്തിൽ ത്രിഭാഷാ നയത്തെയും മണ്ഡല പുനർനിർണയത്തിനെയും എതിർക്കുന്നതിനും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന വിഘടനവാദമാണ്. അത്തരത്തിലൊരു പ്രാദേശികവാദം നമുക്കറിയാം. മുൻപ് വടക്കിഴക്കൻ മേഖലയിൽ ഭാരതത്തിൽ നിന്നോ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ വിട്ടുനിൽക്കണമെന്ന വലിയ ആഹ്വാനം വിഘടനവാദ നേതാക്കൾ നടത്തിയിരുന്നു. ഭൂപ്രദേശമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ഒരു ഭാരതത്തെ വിഘടിച്ചു നിർത്താനുള്ള വലിയ ശ്രമം മുൻപും ഭാരതത്തിൽ നടന്നിട്ടുണ്ട്. അതിനെല്ലാം തന്നെ ഭാരതത്തിന്റെ മനസ്സ് ഒരേ രീതിയിൽ നേരിട്ട് തോൽപ്പിക്കുകയും അത് മറികടക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായൊരു ശ്രമമാണ് രാഷ്ട്രീയപരമായും 2026 കേരളത്തോടൊപ്പം തന്നെ തമിഴ്നാടും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അതുകൊണ്ട് ആ സമയത്തൊരു പ്രാദേശിക വാദം ഇളക്കി വിട്ടുകൊണ്ട്, തമിഴ് വാദം ഇളക്കി വിട്ടുകൊണ്ട് വോട്ട് ബാങ്ക് സംരക്ഷിക്കാനും ഭരണം നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നത്. ഇക്കാര്യം BJP വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട സ്റ്റാലിൻ ഈ ഹിന്ദി ഉൾപ്പെടെ എതിർക്കുകയാണ്. എന്നാൽ സ്റ്റാലിൻ്റെ കുടുംബം നടത്തുന്ന സ്വകാര്യ സ്കൂളുകളിൽ ഹിന്ദി മാത്രമല്ല നിരവധി ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ട്. ഹിന്ദി മാത്രമല്ല മറ്റ് നിരവധി ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ ഹിന്ദി മാത്രം പഠിപ്പിച്ചാൽ മതിയെന്ന സ്റ്റാലിൻ്റെയും DMK-യുടെയും തീരുമാനം തീർത്തും വഞ്ചനാപരമാണ്. പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്റ്റാലിൻ സ്വീകരിക്കുന്നതെന്നും അനാവശ്യ തമിഴ് വാദം ഉയർത്തിക്കൊണ്ട് ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാനാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നതെന്ന വിമർശനം BJP നേരത്തെ നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചോ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചോ എടുത്തു പറയാനില്ല എന്നിരിക്കെയും സർക്കാരിന്റെ ഭരണപരാജയം പൊതുജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനുമാണ് ഇത്തരത്തിൽ അനാവശ്യ തമിഴ് വാദവും പ്രാദേശികവാദവും സ്റ്റാലിൻ ഉയർത്തുന്നത് എന്ന വിമർശനമാണ് BJP നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും സ്റ്റാലിൻ അത്തരത്തിൽ വിഘടനവാദ ആഹ്വാനം തുടരുകയാണ്. ത്രിഭാഷാ നയം എന്നുള്ളത് നമുക്കറിയാം. സാധാരണ പ്രാദേശിക ഭാഷകൾക്കപ്പുറത്തേക്ക് വിദ്യാർത്ഥികളെ കൂടുതൽ കേപ്പബിൾ ആക്കുന്നതിനായി മറ്റു ഭാഷകളും ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിപ്പിക്കുക, അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും എന്ന് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ത്രിഭാഷാ നയം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അത് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകും എന്നിരിക്കുകയും ഇത്തരത്തിൽ തമിഴ് മാത്രം പഠിച്ചാൽ മതിയെന്ന അനാവശ്യ വാദം ഉയർത്തുകയും ത്രിഭാഷാ നയത്തിനെതിരെയും നിലവിൽ സർക്കാർ തീരുമാനമെടുക്കാത്ത സർക്കാരിന്റെ ആലോചനയിലുള്ള മണ്ഡല പുനർനിർണയത്തിനെതിരെ അനാവശ്യ വിവാദങ്ങൾ കൊണ്ടുവരികയും അതിനെയെല്ലാം കണ്ണടച്ച് എതിർക്കുകയും അതിനെതിരെ തെലുങ്കും കന്നഡയും തമിഴുമെല്ലാം സംസാരിക്കുന്നവർ ഒരുമിച്ച് നിൽക്കണമെന്ന വിഘടനവാദ ആഹ്വാനവുമാണ് എം.കെ. സ്റ്റാലിൻ നടത്തിയിട്ടുള്ളത്. കൃഷ്ണരാജ്, വീണ്ടും വിഘടനവാദ രാഷ്ട്രീയവുമായി സ്റ്റാലിൻ ദക്ഷിണേന്ത്യ കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിക്കണമെന്ന ആഹ്വാനമാണ് സ്റ്റാലിൻ നൽകുന്നത്. വിവരം നൽകുകയായിരുന്നു ജിഷ്ണു.